ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടത്തിലേക്കാണ് ആയില്യം നക്ഷത്രക്കാർ 2026 വിഷു മുതൽ കടക്കാൻ പോകുന്നത്. അപ്രതീക്ഷിതമായ ധനലാഭം, ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വന്തമായൊരു വീട്, പുത്തൻ വാഹനം എന്നീ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരം, വർഷങ്ങളായുള്ള കടബാധ്യതകളിൽ നിന്നുള്ള പൂർണ്ണ മോചനം, അങ്ങനെ നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന ഒട്ടേറെ വലിയ ഭാഗ്യങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. കർക്കിടകം രാശിയിൽ വരുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഇത് കഴിഞ്ഞ കാലങ്ങളിലെ ദുരിതങ്ങൾക്കെല്ലാം പലിശ സഹിതം ഭാഗ്യം തിരികെ ലഭിക്കുന്ന ഒരു പുതിയ വർഷമാണ്. സാമാന്യത്തിൽ കവിഞ്ഞ ബുദ്ധിശക്തിയും കാര്യഗ്രഹണ ശേഷിയുമുള്ളവരാണ് ആയില്യം നക്ഷത്രക്കാർ. എങ്കിലും പലപ്പോഴും മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടാനും അർഹിച്ച അംഗീകാരം കിട്ടാതെ പോകാനും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്കിടവന്നിട്ടുണ്ടാകും. എന്നാൽ ആ വിഷമങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിക്കാൻ പോകുകയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന, നിങ്ങളുടെ കഠിനാധ്വാനത്തിന് 100 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഒരു വിസ്മയകരമായ വർഷത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ജ്യോതിർമണ്ഡലം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കാൻ പോകുന്നത് കർക്കിടകം രാശിയിൽ വരുന്ന ആയില്യം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ സമ്പൂർണ്ണ ഗോചരഫലമാണ്. മുൻകൂട്ടി കാര്യങ്ങൾ അറിയാനും ഭാഗ്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനും ഈ ജ്യോതിഷചിന്ത നിങ്ങളെ വളരെയധികം സഹായിക്കും. അതിനാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക. ഈയൊരു വർഷക്കാലം മുഴുവൻ നിങ്ങളുടെ ജാതകത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാന ഗ്രഹങ്ങളുടെ സ്വാധീനവും മാറ്റങ്ങളും നാം ആദ്യമായി വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ശനിയുടെ സുവർണ സഞ്ചാരം ഇതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. ഈയൊരു വർഷക്കാലം മുഴുവൻ കർമ്മകാരകനായ ശനി നിങ്ങളുടെ 9ാം ഭാവമായ മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലെ ശനിയുടെ ഈ അനുകൂല സഞ്ചാരം നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിലെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലവും തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള വലിയ ഉയർച്ചയും നേടിത്തരും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ച ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതും ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാകുന്നതുമായ പുണ്യസമയമാണിത്. പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും നിങ്ങളുടെ ചിരകാല സ്വപ്നങ്ങളെല്ലാം ഒന്നൊന്നായി യാഥാർത്ഥ്യമാകുന്ന അത്ഭുതവും ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടു കാണും. ശനിയുടെ ഈ ഭാഗ്യാനുഗ്രഹം നിങ്ങൾക്ക് സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാനും അതുവഴി വലിയ നേട്ടങ്ങൾ കൊയ്യാനും അവസരമൊരുക്കും. ഇനി വ്യാഴത്തിൻ്റെ മാറ്റങ്ങൾ പരിശോധിച്ചാൽ, ജൂൺ മാസത്തോടെ ഈശ്വരാനുഗ്രഹത്തിൻ്റെ കാരകനായ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്ന അത്യന്തം അപൂർവവും മനോഹരവുമായ ഒരു വലിയ പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. ഉച്ചസ്ഥിതിയിലുള്ള വ്യാഴം നിങ്ങൾക്ക് സാമ്പത്തികമായി പുതിയ പല വരുമാന സ്രോതസ്സുകൾ തുറന്നുകിട്ടുന്നതിനും എത്ര വലിയ പഴയ കടബാധ്യതകളാണെങ്കിലും അവ ക്രമേണ പൂർണ്ണമായും തീർക്കാനും നിങ്ങളെ സഹായിക്കും. വിദേശയാത്രകൾക്കും സാമ്പത്തികമായ വൻ നേട്ടങ്ങൾക്കും ഇത് വലിയ തോതിൽ അനുകൂലമായ ഒരു സമയമാണ്. സമൂഹത്തിൽ നിങ്ങളുടെ വിലയും പദവിയും വർദ്ധിക്കും. രാഹുകേതു മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വർഷം 8ാം ഭാവത്തിൽ നിന്ന് 7ാം ഭാവത്തിലേക്കുള്ള രാഹുവിൻ്റെ മാറ്റം നിങ്ങൾക്ക് ചില അപ്രതീക്ഷിത ചിലവുകൾക്കും ബിസിനസ്സിലോ കുടുംബത്തിലോ ചില അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾക്കും കാരണമാകാൻ ചെറിയ തോതിൽ സാധ്യതയുണ്ട്. അതിനാൽ വരവും ചിലവും വളരെ കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്തു വേണം ഈ കാലയളവിൽ മുന്നോട്ടു പോകാൻ. പുതിയ ബിസിനസ്സുകൾ തുടങ്ങുമ്പോഴും മറ്റുള്ളവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോഴും രേഖകൾ കൃത്യമായി പരിശോധിക്കുകയും ആവശ്യമായ നിയമോപദേശം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ഫലങ്ങൾ ഈ വർഷം എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് നോക്കാം. തൊഴിൽ, സാമ്പത്തിക മേഖലകളിൽ ആയില്യം നക്ഷത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ വർഷം ഉണ്ടാകില്ല എന്നു മാത്രമല്ല, അസൂയാവഹമായ വലിയ മുന്നേറ്റങ്ങൾ ദൃശ്യമാകുകയും ചെയ്യും. ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല നില നിങ്ങൾക്ക് വലിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു തരുന്നതാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് മുൻപെന്നുമില്ലാത്ത വിധം വലിയ ലാഭം കൊയ്യാനുള്ള അവസരങ്ങൾ വന്നുചേരും. പുതിയ ശാഖകൾ തുടങ്ങാനോ വ്യവസായം വിപുലീകരിക്കാനോ സാധിക്കും. IT,
കോർപ്പറേറ്റ്, സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അവർ അർഹിക്കുന്ന പ്രമോഷനും മികച്ച ശമ്പള വർധനവും ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആശയങ്ങൾക്ക് ജോലിസ്ഥലത്ത് വലിയ സ്വീകാര്യത ലഭിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടികൾ ലഭിക്കുകയും യാത്രാരേഖകൾ ശരിയായി കിട്ടുകയും ചെയ്യും. കുടുംബം, പ്രണയം, വിവാഹം എന്നീ കാര്യങ്ങളിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം തികച്ചും അനുകൂലമാണ്. ആയില്യം നക്ഷത്രത്തിന്റെ നാഥൻ ബുധനും രാശിയുടെ നാഥൻ ചന്ദ്രനുമാണ്. അതുകൊണ്ടുതന്നെ പ്രണയവും കുടുംബ ബന്ധങ്ങളും നിങ്ങൾക്ക് വൈകാരികമായി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിവാഹം വൈകുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വർഷം വളരെ അനുകൂലമായതും ഉന്നത നിലവാരത്തിലുള്ളതുമായ വിവാഹാലോചനകൾ വന്നെത്തും. പ്രണയിക്കുന്നവർക്ക് നിലവിലുള്ള എല്ലാ തടസ്സങ്ങളും എതിർപ്പുകളും മാറി വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എളുപ്പത്തിലെത്തും. കുടുംബത്തിൽ ഏറെക്കാലമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും സ്വത്തുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളും രമ്യമായി പരിഹരിക്കപ്പെടുകയും സമാധാനം പൂർണ്ണമായും തിരികെ ലഭിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം വളരെ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പഠനകാര്യങ്ങളിൽ നിങ്ങളുടെ ഏകാഗ്രതയും പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനുള്ള കഴിവും ഈ കാലയളവിൽ പല മടങ്ങ് വർദ്ധിക്കുന്നതാണ്. ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാകുകയും സ്കോളർഷിപ്പ് ഉൾപ്പെടെ ലഭിക്കുകയും ചെയ്യും. സയൻസ്, ടെക്നോളജി, ഗവേഷണ മേഖലകളിലുള്ളവർക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഉന്നത റാങ്ക് നേടാൻ ഈ വർഷം നിഷ്പ്രയാസം സാധിക്കും. ആരോഗ്യകാര്യങ്ങളിൽ നിങ്ങൾ പൊതുവെ വളരെ മികച്ച ആരോഗ്യനിലയിലായിരിക്കും ഈ വർഷം കടന്നുപോകുന്നത്. എന്നാൽ ജന്മരാശിയിലെ വ്യാഴത്തിന്റെ സാന്നിധ്യവും 7ാം ഭാവത്തിലേക്ക് മാറുന്ന രാഹുവും ചില ഉദരസംബന്ധമായ അസുഖങ്ങളോ കൊളസ്ട്രോൾ, പ്രമേഹം പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളോ നാഡീഞരമ്പുകൾക്കുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകളോ സന്ധിവേദനയോ ഉണ്ടാക്കാൻ ചെറിയ തോതിൽ സാധ്യതയുള്ളതിനാൽ ഭക്ഷണത്തിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരികയും ലഘുവായ വ്യായാമം, യോഗ എന്നിവ ദിനചര്യയുടെ ഭാഗമാക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി ഓരോ മാസവും സൂര്യന്റെയും മറ്റു ഗ്രഹങ്ങളുടെയും സഞ്ചാരം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നതെന്ന് വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. വിഷുവിനോടനുബന്ധിച്ചുള്ള ആദ്യ മാസമായ മേടം മാസം, അതായത് ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെയുള്ള കാലയളവിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ ഗുണപരമായ മാറ്റങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും നൽകിക്കൊണ്ട് ഈ വർഷത്തിന് മികച്ചൊരു തുടക്കം സമ്മാനിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കുകയും ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ മേലധികാരികളാൽ പൂർണ്ണമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ഇടവം മാസം, അതായത് മെയ് 15 മുതൽ ജൂൺ 14 വരെയുള്ള സമയത്ത് വീട്ടുചിലവുകൾ അല്പം വർദ്ധിക്കാമെങ്കിലും കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണിത്. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. മിഥുനം മാസം, ജൂൺ 15 മുതൽ ജൂലൈ 16 വരെയുള്ള കാലയളവിൽ വീട് അറ്റകുറ്റപ്പണികൾക്കോ വാഹനത്തിന്റെ ആവശ്യങ്ങൾക്കോ ആയി അപ്രതീക്ഷിത ചിലവുകൾ വരുമെങ്കിലും നിങ്ങളുടെ സ്ഥിരവരുമാനം വർദ്ധിക്കുന്നതുകൊണ്ട് അതൊരു വലിയ സാമ്പത്തിക ബാധ്യതയാകില്ല. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ ചെയ്യാൻ അവസരം ലഭിക്കും. കർക്കിടകം മാസം, ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെയുള്ള സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുകയും ഭൂമി സംബന്ധമായോ വീട് സംബന്ധമായോ ഉള്ള വലിയ ഇടപാടുകളിൽ നിന്ന് മികച്ച സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഈ മാസം പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും മികച്ചതാണ്. ചിങ്ങം മാസം, ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള സമയത്ത് സമൂഹത്തിൽ നിങ്ങളുടെ വിലയും സ്വാധീനവും വർദ്ധിക്കുകയും സർക്കാർ കാര്യങ്ങളിൽ ഇതുവരെയുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുകയും ചെയ്യും. പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ വലിയ സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. കന്നിമാസം, സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 17 വരെയുള്ള സമയത്ത് നിങ്ങളുടെ ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ ബിസിനസ്സിൽ വലിയ ധനലാഭവും ഷെയർ മാർക്കറ്റ് പോലെയുള്ള നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ വലിയ ഗുണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിക്കും. തുലാം മാസം, ഒക്ടോബർ 18 മുതൽ നവംബർ 16 വരെയുള്ള കാലയളവിൽ ദീർഘകാലമായി അലട്ടിയിരുന്ന നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നോ കോടതി വ്യവഹാരങ്ങളിൽ നിന്നോ കടബാധ്യതകളിൽ നിന്നോ നിങ്ങൾക്ക് പൂർണ്ണ മോചനം ലഭിക്കുന്നതാണ്. കൂടാതെ ശത്രുശല്യം കുറയുകയും മനസ്സമാധാനം ലഭിക്കുകയും ചെയ്യും.
വൃശ്ചികം മാസം നവംബർ 17 മുതൽ ഡിസംബർ 15 വരെയുള്ള സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലോ കരിയറിലോ ഉണ്ടാകുന്ന വലിയ ഉന്നമനത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ഒരു പുതിയ അംഗം കൂട്ടിച്ചേർക്കപ്പെടാൻ സാധ്യതയുണ്ട്. ധനുമാസം ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെയുള്ള സമയത്ത് ആത്മീയമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യവും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള വലിയ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണിത്. മകരം മാസം ജനുവരി 14 മുതൽ ഫെബ്രുവരി 12 വരെയുള്ള സമയം നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും ഏറ്റവും വലിയ ഉയർച്ചകൾ നൽകുന്ന മികച്ച സമയമാണ്. സ്ഥാനക്കയറ്റമോ നിങ്ങൾ അർഹിക്കുന്ന വലിയൊരു ശമ്പള വർധനവോ ഈ മാസത്തിൽ തീർച്ചയായും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കർമ്മരംഗം ഏറ്റവും ശക്തമായി നിൽക്കുന്ന മാസമാണിത്. കുംഭം മാസം ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള കാലയളവിൽ സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന മാസമായതിനാൽ ദൂരയാത്രകളിലും വാഹന ഉപയോഗത്തിലും ആരോഗ്യകാര്യങ്ങളിലും നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ സംസാരത്തിൽ മിതത്വം പാലിക്കാനും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. മീനം മാസം മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള സമയം ഈ വിഷുവർഷത്തിന്റെ അവസാന മാസമാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും തിളക്കമാറുന്ന ഫലങ്ങൾ നൽകും. ചെറിയ പ്രതിസന്ധികളെല്ലാം പാടെ മാറി വലിയ സാമ്പത്തിക ലാഭത്തോടെയും പൂർണ്ണ മനസ്സമാധാനത്തോടെയും ഈ വർഷം പൂർത്തിയാക്കാൻ നിങ്ങളെ ഈ മാസം സഹായിക്കുന്നതാണ്. ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഇതൊരു പൊതുവായ ഗോചാര ഫലമാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിൽ ഇപ്പോൾ അനുകൂല ഗ്രഹങ്ങളുടെ ദശയാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഇരട്ടിയായി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ വലിയ സുവർണ കാലഘട്ടത്തിന്റെ ഗുണങ്ങൾ പൂർണ്ണമായി അനുഭവിക്കാനും ഇടയ്ക്ക് വരാൻ സാധ്യതയുള്ള ചെറിയ ദോഷങ്ങളെ ഇല്ലാതാക്കാനും ആയില്യം നക്ഷത്രക്കാർ ചെയ്യേണ്ട ചില പ്രധാന വഴിപാടുകൾ ഇവയൊക്കെയാണ്. ആയില്യം നക്ഷത്രത്തിന്റെ നാഥൻ ബുധനും നിങ്ങളുടെ നക്ഷത്രദേവത സർപ്പങ്ങളുമാണ്. അതിനാൽ സർപ്പപ്രീതി വരുത്തേണ്ടത് നിങ്ങൾക്ക് നിർബന്ധമാണ്. ഇതിനായി സർപ്പക്കാവുകളിൽ ദർശനം നടത്തി വിളക്ക് വയ്ക്കുന്നതും എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ സർപ്പങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുന്നതും മഞ്ഞൾപ്പൊടിയോ പാലും കൊണ്ടുള്ള അഭിഷേകം നടത്തുന്നതും അത്യുത്തമമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ അതിവേഗം സഹായിക്കും. ബുധന്റെ പ്രീതിക്കായി ബുധനാഴ്ചകളിൽ ഉപവാസമെടുക്കുന്നതും പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കുന്നതും നല്ലതാണ്. തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി തുളസിമാല സമർപ്പിച്ച് പാൽപായസം വഴിപാടായി നൽകുന്നതും നിങ്ങൾക്ക് അതിവേഗത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിച്ചു നൽകും. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നതും വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതും ഈശ്വരാനുഗ്രഹം നേടാൻ വളരെ നല്ലതാണ്. നിങ്ങളുടെ ഭാഗ്യനിറങ്ങൾ പച്ച, ഇളം മഞ്ഞ എന്നിവയാണ്. പ്രധാന കാര്യങ്ങൾക്കായി പ്രത്യേകിച്ച് പുതിയ യാത്രകൾക്കോ ബിസിനസ് ഇടപാടുകൾക്കോ തിരഞ്ഞെടുക്കാൻ ഏറ്റവും അനുകൂല ദിവസങ്ങളായി കണക്കാക്കുന്നത് ബുധൻ, തിങ്കൾ ദിവസങ്ങളാണ്. വരാൻ പോകുന്ന 2026-27 വിഷുവർഷം ആയില്യം നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും വിജയവും ആയുരാരോഗ്യ സൗഖ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ജ്യോതിഷ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വലിയ രീതിയിൽ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്താവുന്നതാണ്. ജ്യോതിർമണ്ഡലം എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.